26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. അന്തരിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വീട് മുഖ്യമന്ത്രി വിജയ് വാങ്ങാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ. പോയസ് ഗാർഡനിലെ വേദനിലയം എന്ന വീടാണ് വിജയ് സ്വന്തമാക്കാനൊരുങ്ങുന്നത്. പോയസ് ഗാർഡനിലെ വീട് ജയലളിത ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നിരവധി രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു. അന്തരിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വീട് നിലവിലെ മുഖ്യമന്ത്രി വിജയ് വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്നിട്ടുള്ള പോയസ് ഗാർഡനിലെ വേദനിലയം എന്ന വീടാണ് വിജയ് സ്വന്തമാക്കാനൊരുങ്ങുന്നത്. ഏകദേശം 350 കോടി രൂപ കൊടുത്താണ് വിജയ് വീട് വാങ്ങാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ദിവസവും രാവിലെ 10 മണിയോടെ തന്നെ വിജയ് സെക്രട്ടേറിയറ്റിൽ എത്താറുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ചെന്നൈ നീലാങ്കരയിലെ വിജയുടെ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് 17 കിലോമീറ്ററോളം ദൂരമാണുള്ളത്. എന്നാൽ നീലാങ്കരയിലെ വീടുമായി താരതമ്യം ചെയ്യുമ്പോൾ പോയസ് ഗാർഡൻ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പോയസ് ഗാർഡനിലെ വീട് വാങ്ങുന്നതിന് വിജയെ പ്രേരിപ്പിച്ച ഘടകമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. യാത്രാദൂരം കുറയ്ക്കാൻ ആദ്യം മറ്റൊരു മുൻ മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി പളനിസ്വാമി താമസിച്ചിരുന്ന വീട് അടക്കമുള്ള സാധ്യതകളും വിജയ് പരിശോധിച്ചിരുന്നു. നിരവധി ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ജയലളിതയുടെ വീട് വാങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിലവിൽ ജയലളിതയുടെ സഹോദരന്റെ മകളായ ദീപയ്ക്കാണ് വേദനിലയമെന്ന വീടിന്റെ അവകാശം. ദീപയുമായി വില അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റിലേക്കുള്ള യാത്രാദൂരം മാത്രമല്ല, രാവിലെ മുഖ്യമന്ത്രിയുടെ നിരവധി അകമ്പടി വാഹനങ്ങളുമായി 17 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഗതാഗത കുരുക്കടക്കമുള്ള വിഷയങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. പോയസ് ഗാർഡനിലെ വീട് ജയലളിത ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നിരവധി രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അടക്കം നിരവധി പ്രമുഖർ താമസിക്കുന്ന മേഖലയാണ് പോയസ് ഗാർഡൻ എന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.